കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രഹ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ പഠനം അനേകരുടെ ആത്മിക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് ദൈവവചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടത് അന്ത്യകാലത്ത് സഭ ഏത് രീതിയിൽ പോകും, ഉപദേശങ്ങൾ ഏത് രീതിയിൽ വരും, ലോകം ഭൂമി എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. 13-ാം വാക്യം ഇങ്ങനെയാണ്: അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വൃതന്മാർ നിമിത്തമോ ആളുകൾ ചുരുങ്ങും എന്നും പറയുന്നുണ്ട്. അപ്പം വൃതന്മാരെ സംരക്ഷിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണാം. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ വാക്യങ്ങളെല്ലാം ഒന്നിച്ച് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. 14-ാം വാക്യം: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനം വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചിരിക്കണം? ഈ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കണം. അവരെല്ലാവരും വരണമെന്നില്ല, പക്ഷേ എല്ലാവരും ഇതൊരിക്കൽ കേട്ടിരിക്കണം. അതിൻ്റെ കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ പറയുന്ന സകല ജാതികളിൽ നിന്നുമുള്ളവർ സ്വർഗത്തിലുണ്ടെന്നാണ്. ഒരു ജാതി മിസ്സായി പോയിട്ടില്ല. എല്ലാ ജാതികളിൽ നിന്നും ഒരു പ്രതിനിധിയെങ്കിലും, കുറച്ച് പേരെങ്കിലും സ്വർഗത്തിലുണ്ട്. കാരണം ആ ഒരു ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്, സ്വർഗത്തിലുള്ള ക്ലൗഡ് ഓഫ് സെയിൻസ്, ആ വലിയൊരു ക്രൗഡ് ഓഫ് സെയിൻസ്, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോകത്തിലുള്ള എല്ലാ ജാതികളെയും മതങ്ങളെയും എല്ലാ ജാതികളെയും വർഗങ്ങളെയും ഗോത്രങ്ങളെയുമാണ്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപനം, കർത്താവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത 1% പോലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത അങ്ങനെയുള്ള അനേകം മരുഭൂമി പോലുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് 1040 വിൻഡോ എന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് ഇക്വേറ്ററിന് മുകളിൽ 10 ഡിഗ്രി to 40 ഡിഗ്രി, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനങ്ങളുള്ളത്. അപ്പോൾ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ ചെയ്യേണ്ടത് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ആളുകളെ അയക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കുള്ള കാത്തിരിപ്പ്. അല്ല പാട്ട് പാടിക്കൊണ്ട് കാര്യമില്ല. പാട്ട് പാടി കർത്താവ് വേഗം വരണമേ, ആമേൻ, കർത്താവ് യേശുവേ വേഗം വരണമെന്ന് പറയുന്നുണ്ട് കാര്യമില്ല. യജമാനൻ വരുമ്പോൾ അധ്വാനിക്കുന്നവരായി നമ്മൾ കാണപ്പെടണം. യജമാനൻ വരുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പണികൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ കാണപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളത് സഭയുടെ കടമയാണ്. എല്ലാ സഭയിൽ നിന്നും ശുശ്രൂഷയ്ക്കും സുവിശേഷ വേലയ്ക്കും മിഷണറി വേലയ്ക്കുമായിട്ട് ആളുകൾ പോകണം. അങ്ങനെ നിങ്ങളുടെ സഭയിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അത് ഒരു അനുസരണക്കേടായിട്ട് വേണം കാണാൻ. കാരണം എല്ലാവർക്കും പോകാൻ സാധിക്കില്ല, എന്നാൽ പോകാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം കൃപാവരങ്ങളുള്ളവർ, അങ്ങനെ ഒരു കോളിംഗ് ഉള്ളവർ, മിഷന് വേണ്ടിയിട്ട് വിളിയുള്ളവർ, എല്ലാ സഭകളും മിഷണറിമാരെ അയക്കണം. ഈ ദേശങ്ങളിലേക്ക് പോകാൻ ആളുകൾ ഉണ്ടാകണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ കാനഡയിലോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നവരും UK പ്രാർത്ഥിക്കാൻ പോകുന്നവരും ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി പാസ്റ്റർമാർ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, എന്തുമാത്രം വേദന എടുക്കുന്നു, ഫാസ്റ്റ് ചെയ്യുന്നു. പോരാട്ടമാണ്, വിടുതൽ വേണം, എനിക്ക് UK പോകാനുള്ള വിസയെ തടയുന്ന പോരാട്ടങ്ങളെ ശാസിക്കുന്നൊക്കെ പറയും. പക്ഷേ ഒരാളെ പോലും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതകരമായൊരു കാഴ്ചയുണ്ട്. ഒരു സഹോദരി വിദേശത്ത് നിന്ന് വന്നിട്ട് ഇവിടെ ചെന്നൈയിൽ സ്ട്രീറ്റുകളിൽ പോയി ആൾക്കാരുടെ സുവിശേഷം പറയുകയും അവർ പല സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുക, എവിടെയാണ് ഇനി പോകേണ്ടത്. ഭയങ്കര പാഷനേറ്റ്. അവർ കുറച്ചാളുണ്ടായിരുന്നുള്ളൂ, അവർ തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ കർത്താവിന് വേണ്ടി പാഷനേറ്റായിട്ട് ഒന്നുമില്ല, സുവിശേഷം പറയുക മാത്രം. ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാനൊരു മതമില്ല. ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ വി ഡോണ്ട് ഹാവ് എ റിലീജിയൻ. മതമില്ലാത്തവരെങ്ങനെയാണ് മതപരിവർത്തനം നടത്തുന്നത്? നമുക്ക് ഈ സംഘടനകളും ഓർഗനൈസേഷൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ പേടിക്കുന്നത്. ഒരു മനുഷ്യൻ ചെന്ന് അയൽവക്കക്കാരനോട് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താനുണ്ട്, ജീവിതം കൊണ്ടും സുവിശേഷം കൊണ്ടും പരിചയപ്പെടുത്തുന്നത് ആർക്കും ഭീഷണിയല്ല. ഓർഗനൈസേഷൻസ്, ചട്ടക്കൂടുകൾ, ഞങ്ങൾ ഇത്ര പേരെ മാറ്റി മറിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ ചുറ്റുമുള്ളവരോട്, നമ്മുടെ സഹോദരങ്ങളോട്, ദൂരെ ദേശത്തുള്ളവരോട്, രാജ്യങ്ങൾ കടന്നു പോകാൻ വരെ വിളിയുള്ളവർ നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. കാരണം കർത്താവ് വരുമ്പോൾ ഒരു ജാതി മിസ്സാവുകയില്ല. ഞാൻ ഈ ഒരു പല സംഘടനകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സംഘടനയിൽ ഒരാളെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: 1970 ഒരു ഒരു കണക്കുകൂട്ടൽ അവർ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് 25,000 ട്രൈബ്സാണ് ലോകത്തിന് മുഴുവനുള്ളത്, പീപ്പിൾ ഗ്രൂപ്പ്സാണ് ലോകത്തിന് മുഴുവനുള്ളത്. അതിൽ 13,000 പേരും
13,000 ട്രൈബ്സും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട്, സുവിശേഷമുണ്ട് എന്ന് പറഞ്ഞാൽ 1-2% കൂടുതൽ ക്രിസ്ത്യാനികൾ അവിടെ എല്ലാം ഉണ്ട്, അവിടെ എല്ലാം സുവിശേഷം കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു 12,000 ട്രൈബ്സ് ബാക്കിയുണ്ട്. ഇത് 1970 പറഞ്ഞാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ് 2018 ആ സർവേ നടന്നപ്പോൾ മനസ്സിലായത് ഇനി വെറും 500 ട്രൈബ്സ് മാത്രമേ, പീപ്പിൾ ഗ്രൂപ്പ്സ് മാത്രമേ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനുള്ളൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ഈ അന്ത്യകാലം വരുന്നതെന്ന്. ഇന്ന് വളരെ പെട്ടെന്ന് സുവിശേഷം പ്രചരിക്കുവാനും വളരെ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഇത് എത്തിക്കുവാനും കഴിയും. അപ്പോഴും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പോലെ, സെൻറ്റിനൽ ദ്വീപുകൾ പോലെ പ്രവേശനമില്ലാത്ത ഇത് കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. ഉള്ളി കേൾപ്പിക്കുക, ദാറ്റ്സ് ഓൾ. ദൈവത്തിൻ്റെ വചനം അതുപോലെ കേൾപ്പിക്കുക. അതിനകത്ത് ആരെയും വശീകരിക്കാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പൗലോസ് പറഞ്ഞ പോലെ വശീകരണ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നിനക്കത് കിട്ടും ഇത് കിട്ടും എന്ന് പറയാതിരിക്കുക. ആരെയും ട്രാപ്പിൽപ്പെടുത്താതിരിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന സത്യം പറയുക, അത്രയേ ഉള്ളൂ. വേറൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പ്രഘോഷിക്കുക, സംസാരിക്കുക. ആർക്കും ഒരു തെറ്റായ വാഗ്ദത്വം കൊടുക്കരുത്. ഓക്കെ, ദൈവം നമ്മോട് പറയാത്ത വാഗ്ദത്തങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു അന്ത്യകാല സുവിശേഷീകരണം ഒരു സ്ഥലത്ത് ഒരു ഏരിയ മുഴുവൻ വിശ്വാസം നഷ്ടപ്പെടുത്തുമ്പോൾ വേറൊരു ഏരിയയിൽ മുഴുവൻ ഈ വിശ്വാസം പ്രചരിക്കും. അങ്ങനെയുണ്ട്. ഒരു കൂട്ടം വിശ്വാസത്തെ തള്ളിക്കളയുന്ന അന്ത്യകാലത്ത് വേറൊരു പുതിയ കൂട്ടം കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന നമുക്ക് കാണാം. പഴയവരെ ലജ്ജിപ്പിക്കുന്ന പരിപാടി ഇന്നുമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. പരീശന്മാരും ചുങ്കക്കാരും എല്ലാം, പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും എല്ലാം ഈ പാപികളും വേശ്യകളുമായ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ അടുത്തിരുന്ന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാരാകുമ്പം ഇവർ അസൂയപ്പെടുകയും പല്ലിറുങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇന്നും ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നവർ വിശ്വാസം ഉപേക്ഷിച്ചപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ബൈബിൾ കയ്യിൽ പിടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന അനേകം രാജ്യങ്ങളിൽ കർത്താവിൻ്റെ ജനം അനേകർ ഉണ്ടായി വരുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ പദ്ധതികളാണ്. പ്രിയ സഹോദരങ്ങളെ, മതപരിവർത്തനം, മതം മാറ്റാൻ നമ്മളെ ദൈവം വിളിച്ചിട്ടില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ആ കോളിംഗ്, ആ വിളി, ആ യാത്ര. അതുപോലെ തന്നെ ഇനി മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത് എന്താണ്? അബോമിനേഷൻ ഓഫ് ഡെസോലേഷൻ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നിൽക്കേണ്ട സ്ഥാനത്ത്, അതാണ് വിശുദ്ധ സ്ഥലം. ഓക്കെ, വിശുദ്ധമായ സ്ഥലത്ത്, ദൈവം നിൽക്കേണ്ട സ്ഥാനത്ത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ട സ്ഥാനത്ത് ഒരു മൃഗത്തിൻ്റെ ശബ്ദം കേൾക്കുക, ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ മാനുഷികമായത് അതിന് ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത തന്നെയാണ്. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അബോമിനേഷൻ ഓഫ് ഡെസോലേഷൻ, എല്ലാത്തിനെയും ഒന്നുമല്ലാതാക്കി മാറ്റുന്ന, മരുഭൂമിയാക്കി മാറ്റുന്ന ആ വൃത്തികെട്ട കാര്യം, മ്ലേച്ഛത. ഈ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്നാണ് കർത്താവ് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നോട്ടത്തിൽ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ക്രിസ്തു നിൽക്കേണ്ട സ്ഥാനത്ത് ഇന്ന് ക്രിസ്തു അല്ല, മനുഷ്യരാണ് കയറി നിൽക്കുന്നത്, യജമാന സ്ഥാനം എടുക്കുന്നത്. പലപ്പോഴും കർത്താവ് ഉയർത്തപ്പെടേണ്ട സ്ഥാനത്ത് മനുഷ്യരാണ് ഉയർത്തപ്പെടുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം ഇപ്പോഴേ മനുഷ്യർ തട്ടിയെടുക്കുന്നുണ്ട്. പലപ്പോഴും കർത്താവ് അപമാനിക്കപ്പെടുന്നുണ്ട്, കർത്താവ് പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട്. എന്നാൽ അന്ത്യകാലത്ത് നമുക്കറിയാം, ഒരു മൃഗം, അതായത് എതിർ ക്രിസ്തു വന്ന് ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഈ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയമാകണം എന്ന് നിർബന്ധമൊന്നുമില്ല, ആയിരിക്കാം. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദൈവം നിൽക്കേണ്ട സ്ഥലത്ത്, ദൈവം നിൽക്കേണ്ട സ്ഥലത്ത്, അത് ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന, ദൈവം എന്ന ആ സംജ്ഞ, ആ ഒരു അധികാരം എടുക്കുന്ന ഒരു മൃഗം, അത് നിങ്ങൾ കാണുമ്പോൾ എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയത്തിനകത്ത് കയറി നിൽക്കണമെന്നല്ല അതിനർത്ഥം. വിശുദ്ധമായിടത്ത് അശുദ്ധമായത് കയറി ഇരുന്ന് രാജത്വം നടത്തുമ്പോൾ എന്നാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ ദേവാലയങ്ങൾ നമുക്കറിയാം നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ കാണുകയാണെങ്കിൽ ക്രിസ്തു വാഴേണ്ടതിന് പകരം സഭകളിൽ അല്ലെങ്കിൽ കർത്താവിനെ വിളിക്കേണ്ട ജനങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിൽ ക്രിസ്തുവിന് വിരോധമായ ഒന്ന് വാഴുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം, യെരുശലേം ദേവാലയം പണിയപ്പെടുകയും അവിടെ അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് ഈ ദൈവം നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ഹൃദയത്തിലായാലും ദൈവത്തെ വിശുദ്ധീകരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഈ ലോകത്തിലെ പ്രഭുവിനെ വിശുദ്ധീകരിക്കുന്നുള്ളതാണ്. ഈ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്നത് അതിന് പറ്റിയൊരു സാധനമാണ്. കർത്താവിനെതിരെ ഇത്രയും മ്ലേച്ഛതയോടെ നിന്നിട്ടുള്ള അതായത് ഇത്രയും അബോമിനേഷൻ ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഒരു ടീച്ചിങ്ങുമില്ല. യേശു ക്രിസ്തുവിനെ ലോകമയത്വമുള്ള ഒരാളായിട്ടും ലോകസ്നേഹിയായിട്ടും ലോകത്തിലെല്ലാ ലക്ഷറി എൻജോയ് ചെയ്യുന്ന ഒരാളായിട്ടും ഈ ലോകത്തിൻ്റെ ഒരു പ്രഭുവിനെ പോലെ ദുർവ്യാഖ്യാനം ചെയ്ത
ഒരു വലിയ കള്ളം പ്രോസ്പെരിറ്റി തിയോളജി പോലെ വേറെ ഒന്നുമില്ല. ഞാൻ ചിന്തിക്കായിരുന്നു, ഈ പ്രോസ്പെരിറ്റി തിയോളജിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും, അതായത് ദൈവം നിനക്ക് അത് തരും, ഇത് തരും, ദൈവം നീ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിനക്ക് നീ ഏറ്റവും നല്ല ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, നീ ഏറ്റവും വലിയ ഷർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു ഒക്കെ പറയുമ്പോൾ ദേ ആർ പ്രസൻറ്റിങ് അനദർ ക്രൈസ്റ്റ്. അപ്പോൾ അവിടെ ക്രിസ്തു നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുന്നത് ലോകമാണ്, മാമോനാണ്, സാത്താനാണ്. ഇപ്പോൾ സ്പിരിച്വലി നമ്മൾ വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു നിൽക്കേണ്ട സ്ഥാനത്ത് ഇന്ന് കർത്താവല്ല, ഈ അബോമിനേഷൻ ഓഫ് ഡെസൊലേഷനാണ് നിൽക്കുന്നത്. അതായത് ലോകത്തിൻ്റെ പ്രഭു. ഇന്ന് പല സഭകളിലും രാജാവായി നിൽക്കുന്നത് ലോകത്തിൻ്റെ പ്രഭുവാണ്. കർത്താവിൻ്റെ നാമം ചൊല്ലി വിളിക്കുന്ന സഭകളിലും പ്രധാന അജണ്ട കാശാണ്. അത് ശരിയല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമോനെയും ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു? ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് മാമോനെ സിംഹാസനത്തിലിരുത്തി ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കാണുമ്പോൾ അതിൽ അക്ഷരാർത്ഥത്തിലുള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ആത്മീക അർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്ന അനേകം വൃത്തികെട്ട കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ പലപ്പോഴും കാണാം എന്നുള്ളതാണ് അതിലെ വേദനാജനകമായ കാര്യം. അടുത്ത ആ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അന്ത്യകാലത്തെ കഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളത് വളരെ വിശദമായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 23-ാം വാക്യം പറയുന്നു, അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അത് ആരോടായിരിക്കും പറയുന്നത്? ക്രിസ്തു ഇവിടെ, ക്രിസ്തു അവിടെ എന്ന്. ക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാരുടെ, വരുവിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്, ക്രിസ്തു അത് അവിടെ ഇവിടെ നിങ്ങൾ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള വഞ്ചനയിൽ അകപ്പെടരുത്. അവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പോകരുത്. ഇതെല്ലാം അന്ത്യകാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പലരും വരും. അവർ അത്ഭുതങ്ങൾ കാണിക്കും, അടയാളങ്ങൾ കാണിക്കും. മോശയുടെ കാലത്ത് അവിടുത്തെ പുരോഹിതന്മാർ കാണിച്ചതുപോലെ ഇവരും കാണിക്കും. നിങ്ങളത് കണ്ട് വശമ്മതരായി പോകരുത്. ഓക്കെ, അവസാനം പറയുകയാണ്, കർത്താവ് തൻ്റെ മഹാകാഹളധ്വനിയോട് വരുമ്പോൾ അവൻ തൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം പറയുമ്പോൾ ആകാശത്തിൻ്റെ അറുതി മുതൽ ഭൂമിയുടെ അറുതി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ളവർ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായവരെ കർത്താവ് അവൻ്റെ വൃതന്മാരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും, ദൂതന്മാരെ വിട്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു ബ്ലെസ്സഡ് പ്രത്യാശ നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അവൻ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കുകയില്ല. തീർച്ചയായിട്ടും അവൻ നമ്മളെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരുമെന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാം. പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലം അടുക്കും തോറും വിശ്വാസത്യാഗം എല്ലായിടത്തും വർദ്ധിച്ചു വരും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും കർത്താവിൻ്റെ ജീവൻ പ്രാപിക്കുകയും അന്ത്യത്തോളം പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ കർത്താവ് പറയുകയാണ്, അത്തിയെ നോക്കി രൂപം പഠിപ്പിൻ, അതിൻ്റെ കൊമ്പ് ഇളയതായി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഓക്കെ, അപ്പോൾ കർത്താവിൻ്റെ വരവിന് ഈ അത്തി തളിർക്കുന്നത്, ഒരു അത്തിയെ നോക്കി രൂപം പഠിപ്പിൻ, അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ എന്താ കർത്താവ് പറയുന്നത്? ഇവിടെ പറയുന്നത് അത്തി തളിർക്കുന്നത് അത്തി യഹൂദനാണ്. യഹൂദൻ തളിർത്ത് വരുമ്പോൾ കർത്താവിൻ്റെ വരവ് വരും. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ചെന്ന് വായിച്ച് നോക്കി. 12-ാം വാക്യം പറയുന്നത് അത്തിയെ നോക്കി രൂപം പഠിപ്പിൻ. ഒരു ഉപമയാണ്. ഉപമ എന്താ പഠിക്കാൻ? എന്ത് ഉപമയാണ് പഠിക്കാനുള്ളത്? അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. അപ്പോൾ വേനലിന് തൊട്ട് മുമ്പാണ് തളിരിലകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അത് കാണുമ്പോൾ നമുക്കറിയാം വേനൽ വരുന്നു. അതാണ് ഉപമ. ആ ഉപമ പോലെ ഇതൊക്കെയും സംഭവിക്കുമ്പോൾ, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും സംഭവിക്കുമ്പോൾ, കാണുമ്പോൾ കർത്താവ് അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ കർത്താവ് അടുക്കൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഈ നാളും നാഴികയെ സംബന്ധിച്ച് ആർക്കും അറിയില്ല എന്നൊരു കാര്യമാണ് കർത്താവ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 35-ാം വാക്യത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇപ്പോൾ പുത്രന് പോലും അറിയത്തില്ല എന്നാണ് പറയുന്നത്. എന്നാ ഇത് സംഭവിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, അന്ന് അറിയുന്നില്ലായിരുന്നിരിക്കാം, പക്ഷേ കർത്താവിന് ഇപ്പോൾ തീർച്ചയായിട്ടും അറിയാം. അന്ന് അറിയുന്നില്ലാത്തതിൻ്റെ കാരണം കർത്താവ് മനുഷ്യനായി നമ്മുടെ ഇടയിൽ താമസിച്ചതുകൊണ്ടാണ്. അപ്പോൾ കാലം എന്ന് പറയുന്നത്, അതുകൊണ്ട് വിശദമായി കാണേണ്ട ഒരു കാര്യമാണ്. കാലം എന്ന് പറയുന്നത് കാലത്തിനകത്തിരുന്നുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാലത്തിൻ്റെ വെളിയിൽ നിന്ന് മാത്രമേ കാലം അളക്കാൻ പറ്റുകയുള്ളൂ. ടൈം മെഷർ ചെയ്യണമെങ്കിൽ ടൈമിന് വെളിയിൽ നിന്ന് വേണം മെഷർ ചെയ്യാൻ. നമ്മൾ ഏത് വസ്തു മെഷർ ചെയ്യണമെങ്കിലും കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് വെളിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ടൈം ഒരിക്കലും അകത്ത് നിന്ന് എന്താണെന്ന് മനസ്സിലാകത്തില്ല. കർത്താവ് ടൈമിനകത്തിരിക്കുന്നത് കൊണ്ട്
പുത്രനും അത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. എന്നാൽ ടൈമിന് വെളിയിൽ നിൽക്കുന്ന നിത്യനായ പിതാവിന് കൃത്യമായി എല്ലാം അറിയാം. അപ്പോൾ നിത്യതയിലേക്ക് പുനരുത്ഥാനം ചെയ്തു പോകുമ്പം കർത്താവിനും അതെല്ലാം അറിയാം. കാരണം നിൽക്കുന്നവരോട് സമയത്തിനകത്ത് നിന്നുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സമയത്തിന് വെളിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് കർത്താവ് അവസാനമായിട്ട് പഠിപ്പിക്കുന്നത്. നോഹയുടെ കാലം പോലെ തിന്നും കുടിച്ചും പിള്ളേരെ കല്യാണം കഴിപ്പിച്ചും അവരെ ജോലി ചെയ്യിപ്പിച്ചും സെറ്റിൽ ചെയ്യിപ്പിച്ചും ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലം പെട്ടെന്ന് വരുമെന്നും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ അന്ത്യകാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതെപ്പോൾ സംഭവിക്കുന്നു, എന്നാണ് ഇതിൻ്റെ ഡേറ്റ്? ചിലർ പറയുന്നത് 2028 സംഭവിക്കാൻ പോകുന്നു, ചിലർ പറയുന്നത് 2032 സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കൾട്ടുകൾ നമ്മുടെ ഇടയിൽ വരും. ഇപ്പോൾ സംഭവിക്കുന്നു, അന്ത്യം അതാ വന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദാ വന്നു എന്ന രീതിയിൽ തന്നെയാണ് 2000 വർഷമായിട്ട് ഇതിരിക്കുന്നത്. നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞു പോയ കർത്താവ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലെന്നതാണ് സത്യം. അതിപ്പോഴാകാം, അടുത്ത മൊമെൻ്റ് ആകാം, ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞാകാം, 100 വർഷം കഴിഞ്ഞാകാം. വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. അത് എന്താ പറയുന്നത്, പക്ഷേ ലക്ഷണങ്ങൾ കണ്ട് വരുമ്പോൾ നമ്മൾ ആയി കാണുമായിരിക്കും, അടുത്തടുത്ത് വന്നു എന്ന് പറയാമെന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും ഇതിൻ്റെ കാലം ഏകദേശം പോലും അടുത്ത് ഫിക്സ് ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. കാരണം അങ്ങനെയല്ല ദൈവം, നമ്മൾ കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നത്. കാലത്തെ മുകളിൽ നിന്ന് ദൈവം വിവേചിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ടൈമിനകത്തിരുന്നതുകൊണ്ട് ടൈമിനെ വിവേചിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തിൻ്റെ ആ നിത്യതയിൽ നിന്ന് ദൈവം എങ്ങനെ സമയത്തെ കാണുന്നോ അത് നമുക്കൊരിക്കലും നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും സകലവും അറിയുന്നവനും ആയിരുന്നിട്ടും കർത്താവ് പറയാണ് പുത്രൻ കൂടെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു ടൈമിനകത്തിരുന്നുകൊണ്ട് ഇത് വ്യാഖ്യാനിക്കാൻ അസാധ്യമാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാലും ചില ആളുകൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവരിത് അടുത്തുപോയി, വളരെ അടുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരു കൾട്ട് അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അനേകം കൾട്ടുകളുണ്ടായിരുന്നു. പലപ്പോഴും ഡൂംസ് ഡേ കർത്താവ് വരാൻ പോകുന്നു, ഇതോടെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അനേകം കൾട്ടുകൾ. ഈ അന്ത്യകാലത്ത് വരെ അങ്ങനെയുള്ള കൾട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അന്ത്യകാല കൾട്ടുകൾ എന്ന് പറയുന്നത് അവർ 2028 ലോകം അവസാനിക്കുന്നു ആദ്യം പറഞ്ഞു. ഇപ്പം നോക്കിയപ്പോൾ അത്രയും അങ്ങോട്ട് അടുത്ത് വരും തോന്നുന്നില്ല. 2032 എന്നൊക്കെ പറയുന്നു. ഉടനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വലിയ പീഡനങ്ങളൊക്കെ വരുമ്പം താമസിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിക്കണം. അപ്പം കർത്താവ് വരുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ളവർക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ പറ്റാതെ വരുമ്പം നമുക്ക് വിൽക്കാനും വാങ്ങാനൊന്നും ആവശ്യം വരരുത്. നമ്മളെല്ലാം കൃഷി ചെയ്തുണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സ്വത്തും വീടും എല്ലാം വിറ്റിട്ട് നിങ്ങൾ സങ്കേത നഗരങ്ങളുണ്ടാക്കിയിട്ട് ആ സങ്കേത നഗരങ്ങളിൽ പോയി സ്ഥലം മേടിച്ച് അവിടെ കൃഷി ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്ന കൾട്ടുകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇങ്ങനെയൊക്കെ കേരളത്തിലുണ്ടോ എന്ന്. അതിൻ്റെ പുറകെ എത്ര ആൾക്കാരുണ്ടെന്നറിയാം. അതാണ് അതിനകത്ത് അത്ഭുതം. ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, നാളെ അടുത്ത ആഴ്ച കർത്താവ് വരും, അതുകൊണ്ട് നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റിട്ട് നമുക്കൊരു സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെയൊക്കെ പലരും പണ്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ നിങ്ങളെല്ലാവരും പറയാം, ശരി ഞാൻ വിശ്വസിച്ചു, ഇതാ നിങ്ങളുടെ പുറകെ ഞാൻ എല്ലാം വിറ്റിട്ട് വരുന്നു. എങ്ങനെയാണ് മനുഷ്യർ ഇത്തരം മണ്ടന്മാരാകുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ ഒരാൾ വന്ന് പറയുമ്പോഴേക്കും അതനുസരിക്കാൻ വേണ്ടി ബൈബിളിലുണ്ടോ എന്ന് പോലും നോക്കാതെ, ബൈബിൾ എന്താ പറയുന്നത് പോലും നോക്കാതെ അനുസരിക്കാൻ റെഡിയായിട്ട് ആളുകൾ പുറകെ ഇറങ്ങി മണ്ടന്മാരാവുകയാണ്. നിങ്ങൾക്കറിയാമോ, 2007 കാലഘട്ടത്തിൽ ഒരു സഹോദരി വന്നിട്ട്, റോമൻ കാത്തോലിക്ക സഭയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ്. അവർ പറഞ്ഞു അടുത്ത 7 വർഷക്കാലം ഭയങ്കര സുഖകരമായ ജീവിതമായിരിക്കും. അന്ന് എല്ലാവരോടും സുവിശേഷം പറയാം. 2014 മുതൽ 20 വരെയുള്ള 7 വർഷക്കാലം ഭയങ്കര പീഡനമായിരിക്കും. എന്നാൽ 2020 ഇന്ത്യ മുഴുവൻ ക്രിസ്തീയ രാജ്യമാകും. പ്രിയ സഹോദരങ്ങൾ, ഇന്ത്യ മുഴുവൻ ക്രിസ്തീയ രാജ്യമാകും എന്ന് പറഞ്ഞൊരു അജണ്ട ബൈബിളിലില്ല. ഈ ഇന്ത്യ എന്ന് പറയുന്ന ബൗണ്ടറിയിലല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവ് അവൻ്റെ വൃതന്മാരെ ലോകത്തിൻ്റെ എല്ലാ കോർണറുകളിൽ നിന്നാണ് വേർതിരിക്കുന്നത്. ഇന്ത്യ ക്രിസ്തീയ രാജ്യമാക്കുക എന്ന് പറഞ്ഞൊരു അജണ്ട കർത്താവിന് പോലും ഇല്ല. ഇവിടെയുള്ള അവൻ്റെ വൃതന്മാരെ വേർതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോട് സംസാരിച്ചാലും ഈ ഇന്ത്യ മുഴുവൻ സുശേഷീകരിക്കപ്പെടും, പക്ഷേ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനിയാകുമെന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അങ്ങനൊരു പ്രവചനം ഒരാളെന്ന് പറഞ്ഞു, അപ്പോഴും അതിൻ്റെ പുറകെ ആൾക്കാർ ഇഷ്ടം പോലെ കൂടി. പ്രിയ സഹോദരങ്ങളെ, ദൈവം സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്. അവനൊരു ലോക്കൽ സ്ഥലത്തിൻ്റെ ദൈവമല്ല. അവൻ എല്ലാ രാജ്യങ്ങളും ഒരുപോലെയാണ്. അവന് രാജ്യത്തിൻ്റെ ബൗണ്ടറികളില്ല. നമ്മൾ ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതേ നമുക്കാണ് ബൗണ്ടറി. കർത്താവിന് യാതൊരു മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ രാജ്യങ്ങളുടെ ബൗണ്ടറി ഇല്ലാത്ത ആളാണ്. അവനെ വേണ്ടവർ, അവനെ വിശ്വസിക്കുന്നവർ, അവൻ്റെ വൃതന്മാർ, അവൻ തിരഞ്ഞെടുത്തവർ, അവരെയാണ് കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യൻ രാജ്യം എന്ന് പറയുന്നതിനകത്ത് അഭിമാനിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ ഞാൻ കാണുന്നില്ല. പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ അന്ത്യകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരുക്കം എങ്ങനെയാകണം എന്നുള്ളതാണ്.
3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. വഞ്ചിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. വഞ്ചനകൾ വളരെയധികം കൂടുതലായിരിക്കും അന്ത്യകാലത്ത്. നമ്മുടെ ബുദ്ധിയെ മറിച്ച് കളയുന്ന രീതിയിൽ അവർ സംസാരിക്കും. നമ്മളതിന് വശംവദരായി പോകും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ. രണ്ടാമത്തത്, നമ്മൾ അന്ത്യകാലത്ത് ഉപജീവന ചിന്തകളിൽ കുരുങ്ങി നമ്മൾ ക്രിസ്തുവിൻ്റെ വിശ്വാസം വിട്ടിട്ട് നമ്മൾ ലോകത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഉപദേശത്തെ മറിച്ച് കളയുക എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ അപകടം. ഈ അപകടത്തെക്കുറിച്ചൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുന്നവരും പീഡിപ്പിക്കുന്നവരും ചുറ്റും വർദ്ധിക്കും, കള്ളക്രിസ്തുക്കൾ വർദ്ധിക്കും. ഇങ്ങനെ ഉപദ്രവിക്കുന്നവരുടെ എണ്ണം അന്ത്യകാലത്ത് കൂടി വരും എന്നുള്ളതാണ്. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ അന്ത്യകാലത്ത് കൂടി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുവിശേഷം പറയാൻ വേണ്ടി, അതായത് കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ അടുക്കിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം എത്താൻ വേണ്ടിയും അനുദിനം കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കാൻ വേണ്ടിയും. ഓക്കെ. കർത്താവ് എപ്പോൾ വന്നാലും എനിക്ക് കുഴപ്പമില്ല. പല തിയറികളുണ്ട്, അങ്ങനെ വരും ഇങ്ങനെ വരും. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് വരും. നമ്മൾ കഷ്ടങ്ങളിലൊക്കെ കടന്നു പോയാണ് കർത്താവിൻ്റെ ആ രക്ഷയിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നത്. തിയോളജിക്കലി നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും കർത്താവ് വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുക തന്നെ വേണം. വി നീഡ് ടു ബി പ്രസൻറ്റഡ് ബിഫോർ ഹിം. ഇപ്പം എല്ലാ സമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരാകണം എന്നുള്ളതാണ്. അപ്പോൾ ഒരുക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കർത്താവ് വരുന്നു എന്നുള്ളത് പേടിച്ചിട്ടല്ല, കർത്താവിനെ മുഖാമുഖം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. കർത്താവ് വരുമ്പോൾ നമ്മളെ അങ്ങനെ കാണും ഇങ്ങനെ അങ്ങനെ പേടിച്ചിട്ടല്ല, നമ്മൾ അവനോടുള്ള സ്നേഹം കൊണ്ടാണ്, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അവൻ്റെ മുഖം കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പ്രത്യാശയാണ്, വിശ്വാസമാണ്. പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം. കർത്താവ് വരുമ്പോൾ ഞാനും അവനെപ്പോലെ തേജസ് പ്രാപിച്ച് അവനൊപ്പം പോകും എന്നുള്ള ഹോപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്താലും വിശുദ്ധീകരണത്താലും തേജസ്കരണത്താലും നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമുക്ക് തരുന്ന ഉറപ്പാണ്. അവൻ വരും, ഞാൻ പോകും, എൻ്റെ ഭവനം നോക്കി ഞാൻ പോകും, ഈ വീട് എൻ്റെ അല്ല. ഉപജീവന ചിന്തകളിൽ കുരുങ്ങരുത്, ഭയപ്പെടരുത്. കർത്താവിൻ്റെ നാളിന് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. പൗലോസ് പറയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ, നമ്മൾ പ്രത്യാശിക്കുന്നതിനായി കാത്തിരിക്കുന്നു, കാണുന്നതിനായിട്ടല്ല. കാണുന്നതിനായിട്ട് ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തേജസ്സുള്ള ഒരു ദിവസം കർത്താവ് തന്നെ ദൂതന്മാരുമായി വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടുകൂടെ വരുന്നത് നിങ്ങൾ കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കർത്താവ് അവൻ്റെ ജനത്തെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനകത്ത് യഹൂദന്മാർ അവസാന ഫലം എന്നുള്ള രീതിയിൽ യഹൂദന്മാർ വന്നു ചേരുമെന്ന് വേദപുസ്തകം പറയുന്നു. കാരണം അവരും രക്ഷിക്കപ്പെടും. ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുന്നത് വരെ അവർ കഠിനതയിലാണ്. കഠിനത ഇപ്പോൾ അവർക്കുണ്ട്. കാരണം എന്താണ് കഠിനത എന്ന് പറയുന്നത്? ദൈവത്തോട് അവർ കഠിനമായിരിക്കുന്നു. ദൈവത്തോടുള്ള അവരുടെ കാഠിന്യം ജാതികളുടെ സംഖ്യ കൂടി വരുന്നവരെയുണ്ട്. ജാതികളുടെ സംഖ്യ കൂടി വന്നു കഴിയുമ്പോൾ അവരുടെ കാഠിന്യവും എടുത്തു മാറ്റപ്പെടും, അവരും രക്ഷിക്കപ്പെടും. എല്ലാ ജാതികളിൽ നിന്നുമുള്ള വലിയൊരു പങ്ക് കർത്താവിൻ്റെ മുമ്പിൽ തേജസ്സോടെ നിൽക്കുമെന്ന് ഈ ഒരു പ്രത്യാശ നമുക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ന് ശേഷം, 24-ലെ ടീച്ചിങ്സിന് ശേഷം ഒരുക്കത്തെക്കുറിച്ചുള്ള അനേകം ഉപമകൾ. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്, എന്താണ് കർത്താവ് നമ്മളിൽ നോക്കുന്നത്, ഈ കർത്താവ് വരുമ്പോൾ നമ്മൾ എങ്ങനെ കാണപ്പെടണം, ആ ഒരു മോമെൻറ്റിൽ എങ്ങനെ കാണപ്പെടണം എന്നുള്ളതല്ല, നമ്മുടെ മൈൻഡ്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഡയറക്ഷൻ ഏത് രീതിയിൽ മാറണം, എന്താണ് ശരിക്കുള്ള കാത്തിരിപ്പ് എന്നാണ് 24-25 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു മണവാട്ടി മണവാളിന് വേണ്ടി എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളതാണ്. അവൻ്റെ ജോലി ചെയ്തുകൊണ്ട്, അവനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, അവനെക്കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ട് കാത്തിരിക്കണം. അവൾ സൽപ്രവൃത്തിക്ക് ഉത്സുകയും കർത്താവിൻ്റെ വരവിൽ ബ്ലെമിഷില്ലാത്തവളായി കാണപ്പെടാനുള്ള തിടുക്കവും ആ ആളുടെ ഉള്ളിലുണ്ടാകണം. അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 3-4 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഈ തിയോളജിക്കൽ ഡിബേറ്റ് അല്ല. തിയോളജിക്കൽ ഡിബേറ്റിനപ്പുറത്ത് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത്. അതിപ്പം എന്താദ്യം സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും കർത്താവ് വരുമ്പം ഏത് സമയത്തും വരുമ്പോൾ പോകാനുള്ള ഒരുക്കത്തോടു കൂടി നമ്മൾ നല്ല മണവാട്ടിയായി കാത്തിരിക്കണം എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പത്യോപദേശത്തിൽ ഉറച്ചു നിൽക്കുകയും വഞ്ചനകളെ മാറ്റി നിർത്തുകയും ദിവസവും തീയതിയും മണിക്കൂറും പ്രവചിച്ചുകൊണ്ട് വരുന്നവരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ, വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയുവാനുള്ള വിവേകവും പരിജ്ഞാനത്തോടും കൂടെ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായി നല്ല മണവാട്ടിയായി, നല്ല മനസാക്ഷിയുള്ളവരായി, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി അവന് വേണ്ടി കാത്തിരിക്കുന്നതോടൊപ്പം അവൻ്റെ വയലിൽ അധ്വാനിക്കുവാനും അവശേഷിക്കുന്ന ജനജാതികളെ കൂടെ സുവിശേഷം കേൾപ്പിക്കാനും ഉള്ളൊരു നിയോഗവും കൂടെ കർത്താവിൽ നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ സുവിശേഷകരെ അയക്കണം, മിഷണറിമാരെ അയക്കണം,
കർത്താവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി കാത്തിരിക്കണം. അവൻ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി പ്രത്യാശയോടെ നോക്കിക്കൊണ്ടിരിക്കണം. അതാണ് സഭ ചെയ്യേണ്ടത്. സഭ കെട്ടിടം പണിയാനും ഈ ലോകത്തെ വ്യവഹാരങ്ങൾക്ക് മീതെ ഓടി ഉപജീവന ചിന്തകളിൽ കുരുങ്ങി ട്രസ്റ്റായി, സൊസൈറ്റിയായി, അതിൻ്റെ കാര്യങ്ങളായി, ഗവൺമെൻറ് മുമ്പിലുള്ള പ്രശ്നങ്ങൾ, ഓഡിറ്റിങ്, ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് എന്താ പറയുന്നത്, ക്രിസ്തുവിനെ നോക്കാൻ പറ്റാതെ അനുദിന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനകത്ത് വഞ്ചനയിൽ കുരുങ്ങിപ്പോയ അനേകം ഓർഗനൈസേഴ്സും ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വഞ്ചനകളിലൊന്നും അകപ്പെടാതെ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയെ എടുത്തു കളയുന്ന, ഒന്നിലേക്കും നോക്കാതെ അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അന്ത്യകാലത്ത് ഞങ്ങൾ വഞ്ചിക്കപ്പെടാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഇങ്ങനെ കർത്താവ് അവിടെ ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഞങ്ങളുടെ സൂക്ഷ്മതയോടെ ഇരിക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചുറ്റുമുള്ളതെല്ലാം വിവേചനത്തോടെ, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ കാണുവാൻ കർത്താവെ, അങ്ങയുടെ കൃപയോടെ നോക്കുവാൻ, അങ്ങയിലേക്ക് മാത്രം നോക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാ